കോളർ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആ ആ എൻ്റെ പേര് അബ്ദുൽ വാഹിദ്. എവിടുന്നാണ് വിളിക്കുന്നത്? കൊല്ലം. ചോദിച്ചോളൂ. നമുക്ക് ഒരു ലോഹറിന് നമ്മൾ ബാങ്ക് വിളിച്ചു. അപ്പോൾ പള്ളിയിലേക്ക് പോയപ്പോ അവിടെ ജമാഅത്ത് നടക്കുകയാണ്. അപ്പോ നമ്മള് സുന്നത്ത് നമസ്കാരം ആ ജമാഅത്തിൽ പങ്കെടുത്തതിന് ലോഹറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം മറ്റേ ഈ ലോഹർ നമസ്കാരത്തിന് ശേഷം കഴിക്കാൻ പറ്റുമോ? ചോദ്യം, പള്ളിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ളുഹർ നമസ്കാരം നടക്കുകയാണ്. എന്നാൽ ളുഹറിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് അത് നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? റവാത്തിബ് നമസ്കാരം നമസ്കരിച്ചിട്ട് പിന്നീട് ജമാഅത്തിൻ്റെ കൂടെ കൂടുകയാണ് ചെയ്യേണ്ടത്, അതല്ല പിന്നീട് നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു. ഇദാ ഉഖീമത്തിസ് സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഫർള് നമസ്കാരമല്ലാതെ മറ്റ് നമസ്കാരങ്ങളില്ല. ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ തഹിയ്യത്ത് നമസ്കരിക്കുവാനോ റവാത്തിബ് നമസ്കരിക്കുവാനോ ഉള്ള സമയമില്ല. നേരെ ജമാഅത്തിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മറ്റ് നമസ്കാരം, ളുഹർ നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞു, അപ്പോഴും നേരിട്ട് നമസ്കാരത്തിലേക്ക്, അതാണ് പ്രധാനപ്പെട്ട നമസ്കാരം, ഫർള് നമസ്കാരം, ആ ജമാഅത്തിലേക്ക് കൂടുകയാണ് ചെയ്യേണ്ടത്. കാരണം ഫർള് നമസ്കാരത്തിന് മഹത്വവും ശ്രേഷ്ഠതയും കൂലിയും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി നഷ്ടപ്പെട്ട ആ നമസ്കാരങ്ങൾ അത് പിന്നീട് ളുഹർ നമസ്കാരത്തിന് ശേഷം പിന്നീട് നമസ്കരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹദീസിൽ കാണാൻ സാധിക്കും, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന് ശേഷം നമസ്കരിച്ചു. അപ്പോൾ ചോദിക്കപ്പെട്ടപ്പോൾ ളുഹർ നമസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കരിക്കുവാൻ സാധിച്ചില്ല. വഫ്ദിനെ സ്വീകരിക്കുന്ന, യാത്രാ സംഘത്തെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നീട് അസറിന് ശേഷം ആ നമസ്കാരം നിർവഹിച്ചതായി. ഇതേപോലെ ളുഹർ നമസ്കാരത്തിന് മുമ്പുള്ള നിത്യമായി നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ളുഹറിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ളുഹർ നമസ്കാരത്തിന് ശേഷം ആ നമസ്കാരം നിർവഹിക്കാവുന്നതാണ്.